നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി നേതൃത്വത്തിൽ കരകൗശല വിദഗ്ധരുടെ സംഗമം തൊടുപുഴയിൽ നടന്നു. മുസ്ലിം ജനവിഭാഗം ബുധനാഴ്ച ഈദ് പെരുന്നാൾ ആഘോഷിക്കും. നാഗപ്പുഴ പള്ളി തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. YMCA നേതൃത്വ പരിശീലന സെമിനാർ കരിമണ്ണൂരിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കേന്ദ്ര കരകൗശല വികസന കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴ ടൗൺ പാരിഷ് ഹാളിൽ കരകൗശല വിദഗ്ധരുടെ സംഗമവും വൈദഗ്ധ്യ ടെസ്റ്റും നടത്തി. ക്രെഡിറ്റ് യൂണിയൻ രൂപത പ്രസിഡന്റ് മത്തച്ചൻ ചേമ്പളാങ്കൽ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ പോൾ ചൂരത്തൊട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കരകൗശല വികസന കോർപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോൺസൺ കറുകപ്പിള്ളിൽ, ജോസ് കോടമുള്ളിൽ, മിനി ജോളി എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യ ടെസ്റ്റ് ശ്രദ്ധേയമായി. വിവിധയിനം കരകൗശല വസ്തുക്കളാണ് 300ഓളം വരുന്ന കരകൗശല വിദഗ്ധർ നിർമ്മിച്ചത്. രൂപത നടത്തിവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് പാൽ ഗുണമേന്മ പരിശോധനയ്ക്കായി ശക്തമായ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി തൊടുപുഴയിൽ ആരംഭിക്കുന്ന ക്വാളിറ്റി ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 1 രാവിലെ 10 മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിക്കും. സെപ്റ്റംബർ 8 വരെ സെന്റർ പ്രവർത്തിക്കും. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഉപഭോക്താക്കളുടെ പാൽ സൗജന്യമായി പരിശോധിച്ചു കൊടുക്കും. മുസ്ലിം ജനവിഭാഗം ബുധനാഴ്ച ഈദ് പെരുന്നാൾ ആഘോഷിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആകാശത്ത് ശവ്വാലിന്റെ അമ്പിളിക്കല തെളിയുമ്പോൾ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനമാകുന്നു. LDF സർക്കാർ കൊണ്ടുവന്ന ഉപാധിരഹിത പട്ടയ ഓർഡിനൻസ് പുതുക്കാതെ UDF നടത്തുന്ന പട്ടയമേള തട്ടിപ്പാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പട്ടയമേള CPI ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂമാല ആദിവാസി കോളനിയിൽ വൃക്കവാണിഭത്തിൽ ഉൾപ്പെട്ട് ഇരകളായവർ ഇന്നും ദുരിതത്തിൽ. പല അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും ആരോപണ വിധേയരായ ഉന്നതരെയെല്ലാം വെള്ളപൂശുന്ന റിപ്പോർട്ടുകളാണ് നൽകിയതെന്നും ആരോപണമുണ്ട്. പട്ടിണിയിലും കടക്കണിയിലും കുടുങ്ങി ജീവിതം വഴിമുട്ടിയ പൂമാല ആദിവാസി മേഖലയിലെ ആളുകളെയായിരുന്നു 2002 ഇടനിലക്കാർ വൻതുക വാഗ്ദാനം നൽകി വൃക്കവാണിഭത്തിലേക്ക് എത്തിച്ചിരുന്നത്. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയായിരുന്നു വാഗ്ദാനം. ചിലർക്ക് ലഭിച്ചതാവട്ടെ 1500 രൂപ വഴിച്ചിലവ് മാത്രവും. കോഴിക്കോട്ടെ 2 സ്വകാര്യ ആശുപത്രികളിലായിരുന്നു വൃക്ക മാറ്റിവെക്കൽ നടന്നത്. ആരോഗ്യമന്ത്രിക്കും ആതുര ശുശ്രൂഷ ബിസിനസ് രംഗത്തെ ഉന്നതർക്കുമെല്ലാമെതിരെ ഉയർന്ന കേസ് അന്വേഷിച്ച പോലീസും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും യാഥാർത്ഥ്യം മറച്ചുവെച്ച് റിപ്പോർട്ട് നൽകിയെന്ന് വൃക്ക നഷ്ടപ്പെട്ട മേത്തൊട്ടി സ്വദേശി ദാമോദരൻ പറയുന്നു. ഭാര്യയുടെ ചികിത്സയ്ക്ക് വാങ്ങിയ 10,000 രൂപ കൊള്ളപ്പലിശയേറി 1 ലക്ഷത്തോളമായപ്പോൾ അത് വീട്ടാനായിരുന്നു ദാമോദരൻ വൃക്ക വിറ്റത്. തുടർ ചികിത്സയോ ശുശ്രൂഷയോ കിട്ടാതെ പോയ ഈ നിർധനരാവട്ടെ ഇന്ന് ഒരു ജോലി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. 7 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ 8 പേർ മാത്രമാണ് വൃക്കവാണിഭ വലയിൽപ്പെട്ടതായി അന്ന് പുറത്തു പറയാൻ തയ്യാറായത്. ഇപ്പോഴാവട്ടെ അവരിൽ പലരും ഈ ദുരിതമൊളിപ്പിച്ച് പിന്നോട്ട് പോയിരിക്കുന്നു. കോടികൾ സ്വന്തമാക്കിയ ഇടനിലക്കാരുൾപ്പെടെ ഉന്നതരെല്ലാം കഴുകൻ കണ്ണുകളുമായി വീണ്ടും വട്ടമിട്ട് പറക്കുമ്പോഴും ഈ ഇരകളുടെ ദുരിത ജീവിതത്തിന് ഇന്നും അറുതിയില്ല. തൊടുപുഴ കാർഡ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഓണച്ചന്തയുടെ ഭാഗമായി കർഷകരിൽ നിന്നും നാടൻ കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണം സെപ്റ്റംബർ 1 ആരംഭിക്കും. വാഴക്കുലകളും പച്ചക്കറികളും സംഭരിക്കുന്നതാണ്. സർക്കാരിന്റെ വീഴ്ച മൂലം ഉപാധിരഹിത പട്ടയ ഓർഡിനൻസ് റദ്ദായെന്നും ഇനി വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുടെ നിയമസാധുത സംശയത്തിലായിരിക്കുകയാണെന്നും ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പറഞ്ഞു. കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേള ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഉപാധിരഹിത പട്ടയം നൽകുന്നതിനായി 1960 കേരള ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത് പുറപ്പെടുവിച്ച ഓർഡിനൻസ് ഗവൺമെൻറ് തലത്തിലെ വീഴ്ച കൊണ്ട് ലാപ്സായി പോയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃയോഗം സെപ്റ്റംബർ 3 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് തൊടുപുഴ ലീഗ് ഹൌസിൽ ചേരുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി KM ഷുക്കൂർ അറിയിച്ചു. YMCA തൊടുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ കരിമണ്ണൂർ YMCA ഹാളിൽ നേതൃത്വ പരിശീലന സെമിനാർ നടത്തി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സഭകൾ തമ്മിലുള്ള ബന്ധം ശക്തമായി, എല്ലാ സമുദായങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കണം. ഈ നിലയിൽ ആധുനിക ഭൗതിക വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് ധാർമ്മികതയിൽ അടിയുറച്ച ഒരു സമൂഹം കെട്ടിപ്പടുക്കുക YMCA ഇന്ന് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ തുടരുന്നു. കോളപ്ര ചക്കളത്തുകാവ് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി സെപ്റ്റംബർ 1-ന് ആഘോഷിക്കുമെന്ന് പ്രസിഡന്റ് KN വിനോദ് കുമാർ, സെക്രട്ടറി MN ശിവനന്ദനൻ എന്നിവർ അറിയിച്ചു. കോട്ടയം അതിരൂപത ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കോട്ടയം BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഉദ്ഘാടനം ചെയ്തു. പുരോഗതിയുടെ പാതയിൽ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കോട്ടയം അതിരൂപതയുടെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിയിൽ ക്രൈസ്തവ സഭകൾ നിർണായക പങ്കുവഹിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. These initiatives are a reflection of the social commitment of the Christian community in Kerala, which has been contributing to സർവീസ് പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി VK രാഘവൻ നായർ സ്വാഗതം ചെയ്തു. തപാൽ പെട്ടി മറച്ച് ബോർഡ് സ്ഥാപിച്ചത് വിവാദമായി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ തപാൽ പെട്ടിയാണ് ബോർഡ് വെച്ച് മറച്ചത്. ഇതിനെതിരെ പ്രതിഷേധവുമായി ബസ് ജീവനക്കാർ രംഗത്തെത്തി. നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ 8 നോമ്പ് തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പള്ളിയും പരിസരവും മനോഹരമായി അലങ്കരിച്ചു. തിരുനാളിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും വികാരി ഫാദർ ജോസഫ് അടപ്പൂര് സ്വാഗതം ചെയ്തു. നാഗപ്പുഴ പള്ളി പരിശുദ്ധ അമ്മയുടെ പേരുള്ള ഈ ദേവാലയം നൂറ്റാണ്ടുകളായി ഒത്തിരിയേറെ ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മനോഗുണമാതാവിൻ്റെ പേരിൽ. വാർത്തകൾ തുടരുന്നു. DYFI നേതൃത്വത്തിൽ TS നസീർ ദിനാചരണത്തിന്റെ ഭാഗമായി കീരിക്കോട് പുഷ്പാർച്ചന നടത്തി. CPM ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു മന്ത്രിമാരെയും കേരളത്തിന്റെ തിരുവോരങ്ങളിൽ സഞ്ചരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമാരെ തെരുവിൽ തടയുന്ന ഐതിഹാസികമായിട്ടുള്ള പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ സമരത്തിനിടയിൽ ഇന്നിപ്പോ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 1-3 വാർഡുകളിലെ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവന്ന ഓണാഘോഷവും കുടുംബമേളയും സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഓണത്തിന് ഒത്തുചേരും. വിദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഒത്തുചേർന്ന് നടത്തുന്ന ഓണാഘോഷ പരിപാടികളിൽ പലപ്പോഴും സംബന്ധിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അത് ആഴ്ചകളും തൊണ്ടിക്കുഴിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ഇതോടനുബന്ധിച്ച് നടന്ന അത്തപ്പൂക്കള മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. വനിതകളുടെ വടംവലി മത്സരവും നടന്നു. മുള്ളരിങ്ങോട് സ്വദേശി TK ബ്ലസിലിന് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച SBT വണ്ണപ്പുറം ശാഖ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2 മുതൽ ബാങ്കിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്ന് നേതാക്കളായ അനീഷ് കിഴക്കേൽ, ദിലീപ് ഇളയിടം, അജ്മൽ മുഹമ്മദ്, അനീഷ് വരിക്കത്ത് എന്നിവർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.